കരിമ്പിൻ തണ്ടുകൾക്കുമുണ്ട് അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയും സൗന്ദര്യവും. അസുഖങ്ങൾ വരുമെന്ന് നേരത്തെ കണ്ടെത്തി തക്ക സമയത്ത് മരുന്ന് നൽകുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷിരീതി. അസുഖങ്ങൾക്ക് മാത്രമല്ല, പ്രകൃതിയുടെ മാറ്റങ്ങളിലും ഇത്തരം മുൻകരുതലുകൾ ആവശ്യമാണ്. കാറ്റുവരുന്ന മാസങ്ങൾക്ക് മുമ്പേ തന്നെ വരമ്പിനരികിലെ കരിമ്പിൻ തണ്ടുകൾ, പാഴിലകൾ നീക്കം ചെയ്ത് തമ്മിൽ കെട്ടിവെച്ചു കൊടുത്താൽ അകത്തുള്ള കരിമ്പുകൾ വീഴാതെ നിൽക്കുമെന്ന അറിവ് അനുഭവം കൊടുത്തതാണ്. അനുഭവം സമ്മാനിച്ചത് ഇതുമാത്രമല്ല, അങ്ങനെ വിലപ്പെട്ട മറ്റു പലതും. ആ അനുഭവങ്ങളുടെ പിൻബലത്തിൽ ജൈവ കൃഷിയിൽ പുത്തൻ പരീക്ഷണങ്ങൾ നടത്തുവാൻ സുന്ദരരാമൻ തൽപരനായി. വഴി അടഞ്ഞുപോയേക്കാമായിരുന്ന പല ജൈവ വളങ്ങളുടെയും കീടനാശിനികളുടെയും നിർമ്മാണ രഹസ്യങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞു. ഏതാണ്ട് 30 ജൈവവളങ്ങൾ ഇദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചാണകം, മോര്, പാല്, ശർക്കര, ചീത്തയാകുന്ന പഴവർഗ്ഗങ്ങൾ തുടങ്ങിയ പലതരം പ്രകൃതിജന്യ അസംസ്കൃത വസ്തുക്കൾ ചേർത്ത് തയ്യാറാക്കപ്പെടുന്ന ഈ വളങ്ങളിൽ മിക്കവയും ഉഗ്ര രോഗസംഹാരികളും മികച്ച വളർച്ചാ സഹായികളുമാണ്. യൂറിയയൊക്കെ ഇവയുടെ 7 അയലത്ത് പോലും വരില്ല. ഇതിനോടൊപ്പം മണ്ണിര കമ്പോസ്റ്റും ഉപയോഗിക്കുന്നതിനാൽ പുരയിടത്തിലെ മണ്ണ് സമ്പുഷ്ടമാക്കപ്പെടുന്നു. മികച്ച വിത്തുകൾ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വിത്തുഗുണം 10 ഗുണമാണല്ലോ. വലിയ മരങ്ങൾക്ക് മുകളിൽ കൂടുകൾ ഉണ്ടാക്കിക്കൊടുത്ത് വെള്ള മൂങ്ങകൾക്ക് താമസ സ്ഥലമുണ്ടാക്കാറുണ്ട് ഇദ്ദേഹം. എലികളെ പിടിച്ചുകൊണ്ട് ഈ പക്ഷികൾ പ്രത്യുപകാരികളാകുന്നു. മയിൽ, വെള്ളമൂങ്ങ, പൊന്മാൻ തുടങ്ങിയ ധാരാളം പക്ഷികളുടെ സ്ഥിര താമസ കേന്ദ്രമാണ് സുന്ദരരാമന്റെ പുരയിടം. സത്യമംഗലം കാട്ടരികിൽ നിന്ന് ഇറങ്ങി വരുന്ന മയിലുകൾ ഇദ്ദേഹത്തിന്റെ തെങ്ങിൻ മുകളിലാണ് അന്തിയുറങ്ങുക. അപൂർവ ഇനം പക്ഷികളെ സംരക്ഷിക്കുക എന്ന നിയോഗവും ഈ കർഷകവല്യൻ ഏറ്റെടുത്തിരിക്കുന്നു. ക്ഷീരസമൃദ്ധമാണ് സുന്ദരരാമന്റെ കാലിത്തൊഴുത്ത്. ആണും പെണ്ണും ചെറുതും വലുതുമായി 20-നടുത്ത് കാലികളുണ്ട്. എല്ലാം ലോക്കൽ ബ്രീഡ് ഇനമാണ്, തനി നാടൻ. ഈ മിണ്ടാപ്രാണികളെ നോക്കി നടത്തുവാൻ പ്രത്യേകം ജോലിക്കാരുണ്ട്. പാല് പുറത്തു വിൽക്കാറില്ല, വീട്ടാവശ്യമാണ് ലക്ഷ്യമിടുന്നത്. ചാണകവും ഗോമൂത്രവും യഥേഷ്ടം ലഭിക്കുന്നുണ്ട്. ജോലിക്കാർക്ക് കൊടുക്കുന്ന ശമ്പളത്തിന് തുല്യമായി ഈ വളങ്ങൾ ലഭിക്കുന്നു. കിട്ടുന്ന പാൽ മിച്ചമാണ്. ലോക്കൽ ബ്രീഡാണെന്നതിനാൽ പാലിൻ്റെ അളവ് കുറവ് തന്നെ. എങ്കിലും കിട്ടുന്ന പാല് ഗുണമേന്മയുള്ളതാണ്. പശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷിയും കൂടുതലുണ്ട്. കാലികൾക്ക് കൊടുക്കുവാനായി പുരയിടത്തിൽ ചോളവും പുല്ലും നട്ടുവളർത്തുന്നു. ഏക്കറിന് 3 കിലോ ചോളമാണ് വിത്തായി സാധാരണ ഉപയോഗിക്കുന്നത്. എന്നാൽ സുന്ദരരാമൻ 20 കിലോയാണ് നടുക. അതിനാൽ ഇടതിങ്ങി ചോളം വളരും. കായ്ഫലമുണ്ടാവില്ല. കായല്ലല്ലോ ലക്ഷ്യം. ചോളച്ചെടികൾ പച്ചയായും ഉണക്കി കച്ചിയാക്കിയും കാലികൾക്ക് ആഹാരമാക്കുന്നു. പുല്ല് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതും കാലിത്തീറ്റ തന്നെ. മറ്റ് തീറ്റകളൊന്നും കാലികൾക്ക് നൽകുന്നില്ല. സുന്ദരരാമന്റെ പുരയിടം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഓർഗാനിക് ഫാമുകളിൽ ഒന്നാണ്. ഏതൊരു കർഷകനെയും കൊതിപ്പിക്കുന്ന മണ്ണാണ് ഇവിടെയുള്ളത്. പുതിയ കാർഷിക സങ്കേതങ്ങളിലേക്ക് അരയും തലയും മുറുക്കി സധൈര്യം ഇറങ്ങിച്ചെല്ലുന്ന വലിയൊരു കർഷക യോഗിയുടേതാവുമ്പോൾ അത് അങ്ങനെയൊക്കെയല്ലേ തീരൂ. പകൽ മുഴുവൻ ഇദ്ദേഹം പാടത്ത് തന്നെ ആയിരിക്കും. ഏത് പ്രതിസന്ധികളെയും നേരിടാൻ സദാ സന്നദ്ധൻ. സുന്ദരരാമന്റെ ഇറിഗേഷൻ സംവിധാനം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ വലിയ ടാങ്കിനെ 9 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 8 ഭാഗങ്ങളിലും സ്വന്തമായുണ്ടാക്കിയെടുത്ത ജൈവവളങ്ങൾ നിറച്ചിട്ടിരിക്കും. പിന്നെയുള്ള ഒരു ഭാഗം കോമണാണ്. അതിലേക്ക്
ആവശ്യം വേണ്ട വെള്ളം തുറന്നുവിട്ടാൽ അത് പുരയിടത്തിന്റെ പല ഭാഗങ്ങളിലായുള്ള ടാങ്കുകളിൽ ചെന്നെത്തുന്നു. കിണറ്റിൽ നിന്നും പമ്പ് ചെയ്തെടുക്കുന്ന വെള്ളത്തിൽ ലയിച്ച് ഇവ പുരയിടത്തിലേക്ക് പ്രവഹിക്കുന്നു. അതോടെ എല്ലാ കൃഷിക്കും വളം ലഭിക്കുന്നു. സുന്ദരരാമന്റെ പുരയിടത്തിൽ 2 കിണറുകളുണ്ട്. കിണറുകൾ എന്ന് ഇവയെ വിളിക്കാമോ ആവോ? നമ്മുടെ നാട്ടിലെ ഒരു അമ്പലക്കുളത്തിൻ്റെ വലിപ്പമുണ്ട് ഇതിന്. ധാരാളം വെള്ളവും. ഈ വാർദ്ധക്യത്തിലും സുന്ദരരാമൻ തന്നെയാണ് മോട്ടർ ഉയർത്തുന്നതും അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതും. ഒരു യുവാവിൻ്റെ മെയ്ക്കരുത്താണ് അദ്ദേഹത്തിന് ഇപ്പോഴും. ഭവാനിപ്പുഴയുടെ സമ്മാനമായ ഈ പുണ്യജലം ഈ കർഷകന്റെ ജീവാത്മാവ് കൂടിയാണ്. തമിഴകത്ത് ഇത് മഞ്ഞൾ നടുന്ന സമയമാണ്. കിളച്ച് മറിച്ച പാടത്ത് മനം കവരുന്ന ജലപ്രവാഹം. നന്നായി നനഞ്ഞ മണ്ണിൽ വിത്തുകൾ നടുന്ന സ്ത്രീകൾ. പല പ്രായക്കാരെങ്കിലും ഏതാണ്ട് ഒരേ വേഷമാണ് അവർക്കുള്ളത്, ഒരേ താളവും. എന്തിനും മേൽനോട്ടം വഹിച്ച് കൂടെ സുന്ദരരാമനുമുണ്ട്. எங்களுடைய கம்போஸை பார்த்தீங்கன்னா லேசான வண்டல் மண் கூட கலக்கலாம்னு சொல்லுவாங்க. நாங்கள் அதை கூட கலக்க. ആവശ്യം വേണ്ട മണ്ണിര കമ്പോസ്റ്റ് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ് ഈ കർഷകൻ. വിലയ്ക്ക് വാങ്ങി കമ്പോസ്റ്റ് ഉപയോഗിക്കരുതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഉപദേശം. മണ്ണിരകളെ വളർത്തി കമ്പോസ്റ്റ് ഉണ്ടാക്കി സ്വന്തം കാലിൽ നിൽക്കുവാൻ കർഷകന് കഴിയണം. അതുകൊണ്ട് തന്നെ 1-2 തവണയിൽ കൂടുതൽ ആർക്കും കമ്പോസ്റ്റ് കൊടുക്കാറുമില്ല. ഈ പൂവാടി ഒരു പ്രകൃതി സ്മാരകമാണ്. താജ്മഹൽ പോലെ മനോഹരമായ പുഷ്പവനം. തൻ്റെ ആരാധനാപത്രമായ ഡോക്ടർ ദബോൾക്കർ എന്ന ജൈവ ശാസ്ത്രജ്ഞൻ്റെ ഓർമ്മയ്ക്കായാണ് സുന്ദരരാമൻ ഈ പൂന്തോട്ടം തയ്യാറാക്കിയിരിക്കുന്നത്. இயற்கை விவசாயத்தில் இந்த தபோல்கர்னு மகாராஷ்டிரா மாநிலத்தில் கணித பேராசிரியராக இருந்தார். ഭൂമിയിലെ ഏതൊരു തരിശുമണ്ണും 200 ദിവസം കൊണ്ട് ഫലഭൂയിഷ്ടപ്പെടുത്തിയെടുക്കാമെന്ന ദബോൾക്കർ തത്വം ഉപയോഗിച്ച് സിമന്റ് തറയിൽ വളക്കൂറില്ലാത്ത അടിമണ്ണ് നിരത്തി പരീക്ഷണം തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പഠന നിർദ്ദേശങ്ങൾ അനുസരിച്ച് 20 വ്യത്യസ്ത ഇനം ചെടികളുടെ വിത്തുകൾ മാറി മാറി വിതച്ചു. മറ്റ് വളങ്ങളൊന്നും നൽകിയില്ല. മണ്ണിനാവശ്യമുള്ള 80 ജീവകങ്ങൾ സസ്യങ്ങൾ വഴി ഇതിനോടകം ഈ പൂന്തോട്ടത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ തോട്ടത്തിലെ മണ്ണ് വനത്തിലെ കരിമണ്ണിന് സമാനമായി കഴിഞ്ഞിരിക്കുന്നു. സുന്ദരരാമൻ്റെ ഇളയ മകൻ രാമകൃഷ്ണനും പിതാവിനെ പോലെ അങ്ങേയറ്റം അധ്വാനിക്കുന്ന കർഷകനാണ്. കൃഷ്ണൻ M.Com കഴിഞ്ഞതാണ്. ഒരു ജോലിയുണ്ടായിരുന്നു ആദ്യം. പക്ഷേ എന്നും കമ്പം കൃഷിയോടായിരുന്നു. ജോലി കളഞ്ഞ് കൃഷിയിലേക്ക് കാല് പറിച്ചു നട്ടു. கெமிக்கல் போட்டு பண்ணுறதுனால நம்ம சுற்றுச்சூழல்லாம் கெட்டு போயிடுதுங்க. ஹெல்த்து கெட்டு போய் கிடக்கு. என்விரான்மெண்ட்டை ஸ்பாயில் பண்ணிட்டாங்க. രാസവള പ്രയോഗത്തിൽ ബാക്ടീരിയകൾ കൂട്ടത്തോടെ നശിപ്പിക്കപ്പെടുന്നുവെന്ന് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നു. ജീവിക്കുന്നത്ര കാലം പ്രകൃതിയെ സംരക്ഷിക്കണമെന്നാണ് ഈ യുവ കർഷകന്റെ ആഗ്രഹം. சரி அந்த தவறுகளை சரி பண்ணுங்கிறதுக்காக தான் மாறி இருக்கு அப்படின்னு அப்பா சொல்லுவாருங்க.